വെൽക്കം ബാക്ക് ടു OTT ടാർഗറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. തുടരും, ഹണ്ട്, നടികർ, അസ്ത്രം, മരണമാസ് എന്നിവയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച മലയാള ഫാമിലി കോമഡി സിനിമയാണ് തുടരും. കുറേ വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിച്ച സിനിമയാണിത്. ഏപ്രിൽ 25-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. നല്ല അഭിപ്രായമാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT റിലീസിനെ സംബന്ധിച്ച് ജൂൺ ആദ്യവാരമായിരിക്കും പുറത്തുവിടുന്നത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന മലയാള ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഭാവനയാണ് ഇതിലെ നായികയായി വരുന്നത്. ചന്തുനാഥും രജനി പണിക്കറും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 2024 ആഗസ്റ്റ് 23-നാണ് തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ മെയ് 23-ന് മനോരമ മാക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. 2022-ൽ പുറത്തിറങ്ങിയ മലയാള ഫാമിലി ത്രില്ലർ സിനിമയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. ശരത് ജി മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ശരത് ജി മോഹനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നീരജ് ഡെനി, ആദിപ്രസാദ്, ഇന്ദ്രൻസ് ജോയ്, മാത്യു, നന്ദു വിജയ് കുമാർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തു തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. തമിഴ് ഭാഷ ക്രൈം ത്രില്ലർ സിനിമയാണ് അസ്ത്രം. അരവിന്ദ് രാജഗോപാലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്യാം നിരഞ്ജനി പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നതാണ് ഈ ഒരു സിനിമയിൽ. മാർച്ച് 21-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. മെയ് 9-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആയിട്ടുണ്ട്. ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ബ്ലാക്ക് കോമഡി സിനിമയാണ് മരണമാസ്. ബേസിൽ ജോസഫാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഏപ്രിൽ 10-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഈ ചിത്രം മെയ് 15 മുതൽ സോണി ലീവിൽ ലഭ്യമാവും. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും അവൈലബിൾ ആണ്. കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.